ഹലോ, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്ത കൊളാബ് ഒന്നും അല്ല കേട്ടോ. ഞാനൊരു പ്രൊഡക്റ്റ് ഫസ്റ്റായിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ എന്തായാലും യൂസ് ചെയ്യാൻ പോകുന്നല്ലേ. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ അതെങ്ങനെയുള്ള പ്രൊഡക്റ്റാണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ ഇതുവരെ ഒരു ഫേസ് പാക്കാണ് ഞാനൊരു ഇൻസ്റ്റയിൽ കണ്ടിട്ട് വാങ്ങിയിട്ടുള്ളതാ. അല്ലാണ്ട് ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും ഒന്നും അറിയില്ല. ഇൻസ്റ്റയിൽ കണ്ട് ഇതിൻ്റെ കളറെല്ലാം ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രം വാങ്ങിയതാ. എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കാം. ഇതുവരെ ഞാൻ ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങുന്ന ഫേസ് പാക്കും അങ്ങനെയൊന്നും യൂസ് ചെയ്തിട്ടില്ല. വീട്ടിൽ നിന്നുള്ളതും യൂസ് ചെയ്യലില്ല. യൂസ് ചെയ്യലെന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഇങ്ങനെ പൂതിക്ക് നമ്മൾ ഓരോന്നെല്ലാം പാക്കെല്ലാം ഉണ്ടാക്കിയിട്ട് തേച്ച് നോക്കൂലേ, അങ്ങനെ മാത്രം. പക്ഷെ അതൊന്നും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യലില്ല. മടിയാ, എല്ലാത്തിനും മടിയാ. എന്ത് ചെയ്താലും 1-2 ദിവസം ചെയ്യും, അവിടെ നിർത്തി വെക്കും. അപ്പോൾ ഇത് ഞാൻ കണ്ടിട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഞാൻ വെളുത്തിന് എല്ലാവരും പറയുന്നുണ്ട്. എന്തുകൊണ്ടാന്ന് എനിക്ക് അറിയില്ല. ഞാൻ വെളുത്തിന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. എല്ലാവരും ചോദിക്കും ഇനിയെങ്ങനെ വെളുത്ത. ഞാൻ വെളുത്തിനൊന്നും എനിക്കറിയില്ല. പണ്ടത്തെ കളർ ആയിരിക്കൂല ഇപ്പം. പണ്ട് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കോളേജിൽ പോകും, ആ സമയത്ത് നമ്മൾ എന്തായാലും വെയിൽ കൊള്ളും, പിന്നെ പഠിക്കൂല എന്നാലും പഠിക്കണം, ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് നിൽക്കുന്നല്ലേ. അപ്പോൾ അന്നേരമുള്ള സ്കിൻ ടോൺ ആയിരിക്കൂല ഇപ്പോൾ ഉണ്ടാവുക. പിന്നെ ഇപ്പോൾ നമ്മളെ ഫുഡിൻ്റെ രീതി മാറുന്നുണ്ട്, അങ്ങനെ എല്ലാം മാറുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ ഞാനൊന്നും അങ്ങനെ സ്കിൻ വൈറ്റനിങ് ക്രീമോ ഒന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സാധനം യൂസ് ചെയ്യുന്നത്, നമ്മൾ മോയ്സ്ചറൈസർ സൺസ്ക്രീനും യൂസ് ചെയ്യാൻ ഇപ്പം അടുത്ത് 1 മാസമായിട്ടായിട്ടുള്ളൂ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. വേറെ ഒന്നും യൂസ് ചെയ്യില്ല. പിന്നെ എന്താ എല്ലാവരും ഞാൻ വെളുത്തതെന്ന് പറയുമ്പോൾ എനിക്കറിയില്ല. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇനി എങ്ങനെയാണ് വെളുത്തിട്ടുള്ളത്. ഞാനൊന്നും യൂസ് ചെയ്യലില്ല. ഇപ്പോൾ എനിക്കൊരു കൊളാബിന് പിന്നെ നമ്മൾ ബാലു ഹെർബൽസിൻ്റെ ഒരു ഓയിൽ അത് വന്നിട്ടുണ്ട്. അത് ഇടയ്ക്ക് എപ്പോഴല്ലോ രാത്രി എപ്പോഴെങ്കിലും എനിക്ക് തോന്നുമ്പോൾ ചെയ്യല്ലോ. അതുകൊണ്ട് ഞാൻ വെളുത്തതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതിപ്പോൾ കുറച്ചായിട്ടേ ഉള്ളൂ. അതിൽ മുന്നേ പറയുന്നുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഇത് മറ്റേ ഫോക്സ് ടെയിൽ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റാണ്. എന്നാന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നല്ലേ. പിന്നെയും ഇനിയും ഇതെല്ലാം തേച്ചിട്ടാണ് ഞാൻ വെളുത്തെന്ന് കാണുന്ന ആൾ പറയാറല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇത് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ വീഡിയോ ഇടാന്ന് വെച്ചത്. ഇത് തുടങ്ങിയതിന് ശേഷം ഇട്ടിട്ട് കാര്യമില്ല. ഇതിനെ കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചിട്ട് ഞാൻ വെളുത്താലോ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഇതുവരെ ഈ വീഡിയോ എടുക്കുന്നത് വരെ ഞാനൊരു സ്കിൻ വൈറ്റനിങ് ക്രീമാണെന്നോ അങ്ങനെയുള്ളൊരു പാക്കാണെന്നൊന്നും ഞാൻ പറയില്ല. ഇതിൽ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. പിന്നെ ബ്രൈറ്റനർ സ്കിന്നിൽ നിന്ന് പിന്നെ ടൈറ്റൻ സ്പോർട്സ് എക്സ്ഫോളിയേറ്റ് ജെന്റ്ലി അങ്ങനെ എന്തെല്ലോ സംതിങ് എഴുതിയിട്ടുണ്ട്. അല്ലാണ്ട് ഇതൊരു വെളുക്കുന്ന പാക്കാണെന്നോ അങ്ങനെയൊന്നും ഞാൻ പറയില്ല. പിന്നെ എനിക്ക് എന്തോ ഒരു പാക്ക് യൂസ് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കണ്ട് അപ്പം പെട്ടെന്ന് വാങ്ങി, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് എന്തായാലും മറ്റേ കടലപ്പൊടി അങ്ങനത്തെ എന്തെല്ലോ പാക്കെല്ലാം ഉണ്ടാകുമല്ലോ, അതെല്ലാം ഞാൻ ഒരുപാട് പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടായിരിക്കും റിസൾട്ട് കിട്ടാത്ത. പക്ഷെ എനിക്കതൊന്നും ഒരു ബെനിഫിറ്റായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഇത് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു സാധനം കൂടി. ഇത് കൊളാബല്ലേ. ഞാൻ വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ ആരും ഓടിപ്പിടിച്ച് പോയിട്ട് വാങ്ങുകയൊന്നും ചെയ്യണ്ട. ഇത് ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ പറയും. ഇത് എത്രയോ വീക്ക് എത്രയോ ഡേയ്സ് പറയുന്നുണ്ട്. അപ്പം ഇത് കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടി വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കളറെല്ലാം നല്ല രസമില്ലേ, വയലറ്റ് കളറായിട്ട്. അതുകൊണ്ട് മാത്രം വാങ്ങുന്നത്. പിന്നെ ഇതിൽ യൂസർ മാനുവൽ അല്ല, പിന്നെ സ്കിൻ പ്ലാനർ എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം കൂടി കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും വേണ്ട, അല്ലെന്തിനാ. പിന്നെ ഇതിൽ യൂസർ മാനുവൽ എന്ന് പറഞ്ഞിട്ട് യൂസർ മാനുവൽ ആണെന്ന് നമുക്ക് തോന്നിയിട്ടില്ല. എന്തെല്ലോ എഴുതിയിട്ടുണ്ട്, കണ്ട ഇങ്ങനെ എന്തെല്ലോ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും യൂസ് ചെയ്ത് ആഴ്ചയിൽ 3 times യൂസ് ചെയ്യണം, 1 വീക്കിൽ 3 times യൂസ് ചെയ്യണം എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് ഞാൻ കുറേ നോക്കി, ഇതിൻ്റെ പുറത്താന്ന് തോന്നുന്നു, ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് തേച്ചിട്ട് എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇടാം. അല്ലാണ്ട് ഇപ്പോൾ ആരും പോയിട്ട് വാങ്ങണ്ട കേട്ടോ. എന്തായാലും ഞാൻ യൂസ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. നല്ലതാണെങ്കിൽ ഇത് തേച്ചിട്ട് ഇനിയിപ്പം എൻ്റെ മുഖം മറ്റേ ചൊറി പിടിച്ച പോലെ ആവുമോ ഒന്നും അറിയില്ല. എന്നാലും നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് മുടി കെട്ടി വെക്കട്ടെ, അല്ലെങ്കിൽ മുടിയിലായാലും. ഇപ്പം മുടി കെട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് മുഖത്ത് വീകാണ്ടൊക്കെ നമുക്ക്
ഇതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കും. പിന്നെ മുടിയുമ്മലായിട്ട് മുടിയും കൂടി പൊയ്ക്കൊണ്ട് ഇപ്പം ഞാൻ വെളുക്കാൻ തേച്ചത് പാണ്ടാവുമെന്നൊന്നും അറിയില്ല. എന്തായാലും എൻ്റെ അച്ഛൻ കണ്ടിട്ടുണ്ടെങ്കിൽ കൂട്ടം കിട്ടും കേട്ടോ. അച്ഛൻ ഇതൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ പണ്ടേ ഒരു സംഭവം യൂസ് ചെയ്യലില്ല. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന അങ്ങനത്തെ എന്തെല്ലാം തേച്ച് നോക്കലുണ്ട്, അതും ഇങ്ങനെയൊന്നും തേക്കലൊന്നുമില്ല. അപ്പം നമുക്കത് തുറന്നു നോക്കാം. ഭയങ്കര മടിയാണ് എന്തിനും. നമ്മൾ ഒരു ദിവസം ചെയ്യും, 2 ദിവസം വലിയ കാര്യം പോലെ എന്തെല്ലോ വാങ്ങി വെക്കും, പക്ഷെ ഒന്നും തേക്കൂല. ഞാൻ ഇതിന് മുന്നേ വേറൊരു സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെങ്കിൽ തേച്ചിട്ടില്ല കേട്ടോ, 1-2 ദിവസം. അതും സ്കിൻ വൈറ്റനിങ് ആയിരിക്കുമെന്നൊന്നും എനിക്കറിയില്ലേ. ഒരു സ്വർണ്ണമുഖി ഫേസ് ക്രീം എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ഒരുപാട് റിവ്യൂ യൂട്യൂബിൽ കണ്ടിട്ട് വാങ്ങി നോക്കിയത്. ചെറിയ ബോട്ടിലിന് നല്ല റേറ്റ് ഉണ്ട്, പക്ഷെ തേച്ചിട്ടില്ല. അത് അതുപോലെ വെച്ചിട്ടുണ്ട്. കണ്ട, ഇതിൽ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ. ഇതിട്ട് തോണ്ടിയിട്ട് തേക്കാം. തണുപ്പെല്ലാം പിടിച്ചിട്ടുള്ള എന്നാലും ഇത് തന്നെ ഇപ്പം വാങ്ങി വെച്ചിട്ട് ഒരാഴ്ചക്ക് മേലെയായിട്ടാ. മടിയായിട്ട് ഞാൻ തേക്കാഞ്ഞ, എടുത്തിട്ട് തേക്കേണ്ട മടി. എന്നിട്ട് അപ്പോൾ പിന്നെയാണ് ഓർമ്മിച്ചത് വീഡിയോ ആയിട്ട് ചെയ്യാന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തേക്കുന്നുണ്ട്. നമുക്ക് തേച്ച് നോക്കാം. ഇതിന് ഒരു കാര്യം പറയാൻ മറന്നു. ഇതിന് മുന്നേ നമ്മൾ തേക്കുന്നതിന് മുന്നേ മറ്റേ മുഖം ക്ലെൻസ് ചെയ്യണം കേട്ടോ. ഞാൻ ഫേസ് വാഷ് ഇട്ടിട്ട് കഴുകിയിട്ട് വന്നത്. ഇതിൻ്റെ കൂടെ ഒരു ക്ലെൻസർ കിട്ടിയിട്ടുണ്ട്. ഇതാ, പക്ഷെ ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ. ഇത് മറന്നുപോയി സംഭവം, മുഖം കഴുകുമ്പോൾ മറന്നുപോയി. ഞാൻ എൻ്റെ അടുത്തുള്ള ഫേസ് വാഷ് ഇട്ടിട്ട് മുഖം കഴുകിയിട്ടാണ് വന്നത്. എന്നിട്ട് തേക്കാം. നമ്മളെന്ത് സാധനം യൂസ് ചെയ്യുമ്പോൾ മുഖം ക്ലീൻ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യുക. അതെനിക്കറിയാം കേട്ടോ, പക്ഷെ എന്താ ചെയ്യൂല. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് തേച്ച് വെക്കാം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. കണ്ണിൻ്റെ ഇവിടെ തേച്ചിട്ടില്ല കേട്ടോ. എന്തെങ്കിലും ആയാലും ചെറിയൊരു പുകച്ചലുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ മഞ്ഞളെല്ലാം തേക്കുമ്പോൾ മഞ്ഞളെല്ലാം തേക്കൂലേ, അപ്പം അതിൻ്റെ അന്നേരം ഒരു ചെറിയൊരു എരിച്ചലുണ്ടാവില്ലേ, അതേപോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ചെറുങ്ങനെ, അങ്ങനെ സഹിക്കാൻ പറ്റാണ്ടൊന്നുമില്ല. എന്തായാലും നോക്കാം. ഇനിയിപ്പോൾ ഇതിൽ എഴുതിയിട്ടുള്ളത് 15 മിനിറ്റ് വെച്ചിട്ട് എന്നിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യണമെന്നാണ്. നമുക്ക് ഇനി അതുപോലെ ചെയ്ത് നോക്കാം. എന്നാ സംഭവിക്കുമെന്നൊന്നും അറിയില്ല കേട്ടോ. ആരും പോയിട്ട് വാങ്ങല്ലേ. ഞാനിത് യൂസ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്തായാലും ഞാൻ യൂസ് ചെയ്യാൻ ശ്രമിക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്തെങ്കിലും നല്ലതാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇടാം. അപ്പോൾ വേണ്ടുന്നവർ വാങ്ങിക്കോ. ഇപ്പം ആരും പോയിട്ട് വാങ്ങല്ലേ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വാങ്ങിയെന്നൊന്നും പറയാൻ പാടില്ല. ഇപ്പം എന്തായാലും ഇതൊരു 15 മിനിറ്റ് വെക്കണം. അപ്പം ഇനി 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇത് തേച്ചിട്ട് ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ പോയിട്ടൊരു ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് വരുന്നു. അപ്പോൾ ഞാൻ മുഖം കഴുകിയിട്ട് വന്നിട്ടുണ്ട് ചെറിയ ചൂടുവെള്ളത്തിൽ. അപ്പോൾ കഴുകിയോണ്ട് നല്ലൊരു സുഖമുണ്ട് കേട്ടോ മുഖത്തിന്. നമ്മൾ ഈ പോളോ മുട്ടായെല്ലാം തിന്നാലുണ്ടാവില്ല, ഒരു തണുപ്പ് വായിൽ വരുമ്പോൾ നമുക്കൊരു കാറ്റടിക്കുമ്പോൾ ഒരു തണുപ്പ് ഉണ്ടാവില്ല, അതേപോലെ ഫീൽ ചെയ്യുന്നുണ്ട് മുഖത്തിനും. നല്ലൊരു കുളിർമ ഫീൽ ചെയ്യുന്നുണ്ട് മുഖത്ത്. നല്ലൊരു ഫ്രഷ്നെസ്സും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ മുഖത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ആരെങ്കിലും കമൻറ്റ് ചെയ്യുക. ഞാൻ ഒന്ന് നോക്കട്ടെ. മുഖത്തിന് ചെറിയ എന്തോ ഒരു മാറ്റം ഉണ്ടെന്ന് തോന്നുന്നല്ലേ. എന്തായാലും നോക്കാം. ഇനി ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് നോക്കാം എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന്. ഫസ്റ്റ് യൂസിൽ തന്നെ ഒന്നും മനസ്സിലാവില്ല. പിന്നെ ഫസ്റ്റ് യൂസിൽ മനസ്സിലായില്ലെങ്കിൽ എനിക്ക് മടി വരും. പക്ഷെങ്കിൽ സാരമില്ല, എന്നാലും ശ്രമിച്ചു നോക്കാം. പൈസ കൊടുത്ത് വാങ്ങിയ സാധനമല്ലേ. പിന്നെ അപ്പോൾ ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എൻ്റെ വീഡിയോന് വെയിറ്റ് ചെയ്യുക. ഞാൻ റിവ്യൂ എന്തായാലും പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.